നമസ്കാരം. ഗാനജാലകത്തിലേക്ക് സ്വാഗതം. ചില ശബ്ദങ്ങൾ ഒരിക്കലും മരിക്കില്ല. അവ പാടിയ വ്യക്തി നമ്മെ വിട്ടുപോയാലും ആ ഗായകൻ്റെ അഥവാ ഗായികയുടെ സ്വരം നമ്മുടെ ജീവിതത്തിലെ ഓരോ ഓർമ്മയിലും പച്ച പിടിച്ചു നിൽക്കും. ഈയിടെ നമ്മെ വിട്ടുപോയത് ഒരു ഗായികയല്ല, തേൻതുളുമ്പുന്ന സംഗീത വസന്തമാണ്. അതെ, എസ് ജാനകി ശബ്ദം കൊണ്ട് ദക്ഷിണേന്ത്യയിലെ ഓരോ വീട്ടിലെയും കുടുംബാംഗമായി മാറിയിരുന്നു. എത്രയെത്ര പാട്ടുകളാണ് അവർ പാടിയ അനശ്വരമാക്കിയത്. 20ഓളം ഭാഷകളിലായി 20,000-ലേറെ പാട്ടുകൾ. മലയാളത്തിൽ മാത്രം 1300-ലേറെ പാട്ടുകൾ അവർ പാടി. ഓരോന്നും അവിസ്മരണീയം. ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിൽ 1938 ഏപ്രിൽ മാസം 23-നായിരുന്നു ജാനകിയുടെ ജനനം. അച്ഛൻ സിസ്തില രാമമൂർത്തി ആയുർവേദ ഡോക്ടറായിരുന്നു. അമ്മ സത്യവതി. അച്ഛൻ്റെ പേരിനോടൊപ്പമുള്ള സിസ്തിലയാണ് ജാനകിക്കും ഇനിഷ്യലായി മാറിയത്. അങ്ങനെയാണ് എസ് ജാനകി എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. നാഗസ്വര വിദ്വാൻ പൈതിസ്വാമിയിൽ നിന്ന് ജാനകി സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചു. ബാലപാഠങ്ങൾ മാത്രമേ പഠിച്ചുള്ളൂ. ശാസ്ത്രീയ സംഗീതത്തിൽ അവർ ഒരിക്കലും ഔപചാരികമായ പരിശീലനം നേടിയില്ല. പക്ഷേ ചലച്ചിത്രങ്ങൾക്ക് വേണ്ടി അർത്ഥശാസ്ത്രീയ ഗാനങ്ങൾ പലതും അവർ ഭാവോജ്വലമായി പാടി. സംഗീത സംവിധായകരെയും ഒക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ആ ആലാപനം. ഇക്കാര്യത്തിൽ SP ബാലസുബ്രഹ്മണ്യം എസ് ജാനകിക്കൊപ്പമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. 10 വയസ്സ് മുതൽ അവർ പാടാൻ തുടങ്ങി. അമ്മയുടെ സഹോദരൻ നാടക കലാകാരനായ ഡോക്ടർ വി ചന്ദ്രശേഖറിൻ്റെ നിർദ്ദേശപ്രകാരം ജാനകിയും കുടുംബവും മദിരാശിയിലേക്ക് താമസം മാറ്റി, ഇന്നത്തെ ചെന്നൈ. ഓൾ ഇന്ത്യ റേഡിയോ സംഘടിപ്പിച്ച സംഗീത മത്സരത്തിൽ അവർക്ക് 2ാം സ്ഥാനം ലഭിച്ചു. അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നാണ് ആ സമ്മാനം അവർ സ്വീകരിച്ചത്. അങ്ങനെ ഒരു വലിയ ഭാഗ്യം ആ ബാലികയ്ക്ക് ലഭിക്കുകയാണ്. അക്കാലത്ത് AVM സ്റ്റുഡിയോയിൽ സ്റ്റാഫ് സിംഗർ എന്ന തസ്തികയിൽ ഒരു ഒഴിവുണ്ടെന്ന് മനസ്സിലാക്കി നേരത്തെ പറഞ്ഞ അമ്മാവൻ അതിന് അപേക്ഷിക്കാൻ ജാനകിയോട് പറയുകയും ജാനകിയുടെ അച്ഛൻ മകൾക്ക് വേണ്ടി ആ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. P. സുശീല കരാർ പുതുക്കാത്തതാണ് ആ ഒഴിവ് വരാൻ കാരണം. എന്തായാലും അവിടെ മത്സരം നടക്കുമ്പോൾ ധാരാളം പേർ പാടാനുണ്ടായിരുന്നു. എസ് ജാനകിയും കൂട്ടത്തിലുണ്ടായിരുന്നു. ലതാ മങ്കേഷ്കറുടെ റസിക് ബൽമ എന്ന പ്രശസ്തമായ പാട്ടാണ് അന്ന് ജാനകി അവിടെ വിധികർത്താക്കളായിരുന്ന R. സുന്ദരം, ഗോവിന്ദം എന്നിവർക്ക് മുന്നിൽ പാടിയത്. അവർക്ക് നന്നേ ബോധിച്ചു. ആ തസ്തികയിലേക്ക് എസ് ജാനകിയെ എതിരില്ലാതെ തിരഞ്ഞെടുത്തു. 1957 19-ാം വയസ്സിൽ വിധിയിൻ വിളയാട്ടം എന്ന തമിഴ് ചിത്രത്തിൽ പാടിക്കൊണ്ടാണ് എസ് ജാനകി ചലച്ചിത്ര പിന്നണി ഗായിക ആകുന്നത്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ആ ചിത്രം പുറത്തു വന്നില്ല. അതുകൊണ്ട് തന്നെ അതിലെ പാട്ടും ആരും കേട്ടിട്ടില്ല. പക്ഷേ പിന്നീട് തുടർച്ചയായി അവർക്ക് ചിത്രങ്ങളിൽ പാടാനുള്ള അവസരങ്ങൾ വന്നു. തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല എന്നതാണ് പരമാർത്ഥം. പാട്ടിൻ്റെ വരികൾ എഴുതിയ ഒരു ചെറിയ ഡയറി കയ്യിൽ പിടിച്ച് റെക്കോർഡിങ്ങിനായാലും ഗാനമേളയ്ക്കായിരുന്നാലും പാടുന്ന എസ് ജാനകിയുടെ ചിത്രം നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 1958 ജാനകി വിവാഹിതയായി. നേരത്തെ സൂചിപ്പിച്ച അമ്മാവൻ ഡോക്ടർ ചന്ദ്രശേഖരൻ്റെ മകൻ P. രാമപ്രസാദാണ് അവരെ വരണമാല്യം ചാർത്തിയത്. 1997 ഹൃദയസ്തംഭനം മൂലം അദ്ദേഹം നിര്യാതനായി. ഇക്കഴിഞ്ഞ ജനുവരിയിൽ ജാനകിയുടെ ഏക മകൻ മുരളീകൃഷ്ണയും വിട പറഞ്ഞു. മരുമകൾ ഉമ, മകൻ്റെ മകൾ അപ്സര വൈദ്യുല എന്നിവരുടെ കൂടെയായിരുന്നു ജാനകിയമ്മ മൈസൂരിൽ താമസിച്ചു പോകുന്നത്. 1961 വന്ന മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ വാഴുവിൻ ഇരുമൂടുകയോ എന്ന ഗാനമാണ് എസ് ജാനകി മലയാളത്തിൽ ആദ്യമായി ആലപിച്ചത്. പിന്നീട് അവർ പാടി ജനകീയമാക്കിയ ധാരാളം പാട്ടുകളെക്കുറിച്ച് പറയാൻ ശ്രമിച്ചാൽ ഏത് വേണം എന്ന ആശയക്കുഴപ്പമുണ്ടാകും. എങ്കിലും എനിക്കേറെ പ്രിയപ്പെട്ട
എൻ്റെ മനസ്സിൽ എപ്പോഴും പച്ച പിടിച്ചു നിൽക്കുന്ന ഏതാനും പാട്ടുകളെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാം. മൂടുപടം എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ എഴുതി MS ബാബുരാജ് സംഗീതം നൽകിയ തളിരിട്ട കിനാക്കൾ തൻ താമരമാലവാണ് എന്ന പാട്ടാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ആ പാട്ട് എസ് ജാനകി പാടി വളരെ ശ്രവണസുന്ദരമാക്കി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. അതുപോലെ തന്നെ നഗരമേ നന്ദി എന്ന സിനിമയ്ക്ക് വേണ്ടി കെ രാഘവൻ്റെ സംഗീതത്തിൽ, അതും പി ഭാസ്കരൻ്റെ രചനയാണ്, മഞ്ഞണിപ്പൂ നിലാവ് പേരാറ്റിൻ കടവിങ്കൽ എന്ന പാട്ട് ശരിക്കും ഒരു കേരളീയ അന്തരീക്ഷത്തിൽ പിറന്ന പാട്ടാണ്. മലയാളി അല്ലാത്ത എസ് ജാനകി ആ പാട്ട് പാടിയപ്പോൾ മലയാളത്തിൻ്റെ മരുമകളായിട്ടല്ല, മകളായിട്ട് തന്നെയാണ് പാടിയത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം വാക്കുകളുടെ ഉച്ചാരണ ഭംഗിയുമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. കാട്ടുതുളസിയിലെ സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരോ എന്ന പാട്ട് വയലാർ രാമവർമ്മ എഴുതി MS ബാബുരാജ് സംഗീതം നൽകിയതാണ്. ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, MS ബാബുരാജിൻ്റെ പാട്ടുകളാണ് എസ് ജാനകി കൂടുതലും പാടിയിട്ടുള്ളത്. ആ പാട്ട് മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ സൂര്യകാന്തി എന്ന പ്രശസ്ത കവിതയുടെ ആശയാനുവാദം ആണ് വയലാർ ഗാനമാക്കി മാറ്റിയത്. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ പല പാട്ടുകളുണ്ട്. പക്ഷേ അക്കൂട്ടത്തിൽ എനിക്ക് ഏറെ പ്രിയങ്കരം വാസന്ത പഞ്ചമി നാളിൽ എന്ന ഗാനമാണ്. പി ഭാസ്കരൻ എഴുതി MS ബാബുരാജ് സംഗീതം നൽകി എസ് ജാനകി പാടിയ ആ പാട്ട് ആ സിനിമയുടെ കഥാസന്ദർഭവുമായി വളരെ യോജിച്ചതാണ്. എല്ലാ പാട്ടുകളും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ പാട്ടിൻ്റെ കാര്യത്തിൽ എസ് ജാനകി പാടിയിരിക്കുന്ന അല്ലെങ്കിൽ പാടാൻ അവലംബിച്ചിരിക്കുന്ന രീതി എടുത്തു പറയത്തക്കതാണ്. കുറച്ചുകൂടി ആധുനിക കാലത്തേക്ക് വന്നാൽ ഭരതൻ സംവിധാനം ചെയ്ത് പുറത്തു വന്ന ചാമരത്തിലെ പാട്ടാണ് എനിക്ക് എടുത്തു പറയാൻ തോന്നുന്നത്. പൂച്ചൽ ഖാദർ എഴുതി MG രാധാകൃഷ്ണൻ ചിട്ടപ്പെടുത്തി എസ് ജാനകി പാടി ഒന്നാന്തരമാക്കി മാറ്റിയ പാട്ട് നാഥാ നീ വരും കാലച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു എന്ന പാട്ട് ആ നായികയുടെ കാതോർത്തിരിക്കുന്നതിൻ്റെ കാത്തിരിപ്പിൻ്റെ സുഖം നമുക്ക് എങ്ങനെയാണോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് അത്തരത്തിലാണ് ജാനകി അത് പാടി മനോഹരമാക്കിയത്. ഒരുപക്ഷേ സംഗീത സംവിധായകൻ്റെ മനസ്സിലുള്ള ഭാവനയ്ക്കും അപ്പുറത്തേക്ക് ആലാപനം കൊണ്ട് ആ ഗാനത്തെ എത്തിക്കാൻ ഭരതൻ ആ ചിത്രത്തിൽ ഈ ഗാനം ഒന്നാന്തരമായി ചിത്രീകരിച്ചിട്ടുമുണ്ട്. നാഥ എന്ന ആ തുടക്കം തന്നെ ജാനകി എന്ന ഗായികയുടെ ഗുണത്തെ വിളിച്ചറിയിക്കുന്നതാണ്. 4 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം എസ് ജാനകിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് 1977 വന്ന 16 വയതിനിലെ എന്ന ചിത്രത്തിലെ സെന്തൂരപ്പൂവേ എന്ന ഗാനമാണ്. രണ്ടാമത്തെ പാട്ട് 1980 വന്ന ഓപ്പോൾ എന്ന മലയാള ചിത്രത്തിലെ ഏറ്റുമാനൂരമ്പലത്തിൽ എഴുന്നള്ളത്ത് എന്ന അതിമനോഹരമായ ഗാനത്തിനാണ് പുരസ്കാരം കിട്ടിയത്. 1984 അവരുടെ മാതൃഭാഷയായ തെലുങ്കിലെ ഒരു പാട്ടിനാണ് ആ പുരസ്കാരം ലഭിച്ചത്. സിത്താര എന്ന ചിത്രത്തിലെ വെന്നല്ലോ ഗോദാരി എന്ന് തുടങ്ങുന്ന പാട്ട്. 1992 വീണ്ടും തമിഴിലെ തേവർ മകൻ എന്ന ചിത്രത്തിലെ ഇഞ്ചിയിടുപ്പഴക എന്ന പാട്ടിന് അതേ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. 14 തവണ നമ്മുടെ സംസ്ഥാന സർക്കാർ പുരസ്കാരം, മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ജാനകി അമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ 1983 കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിലെ കോപികയെ നിന്നിഴൽ എന്ന പാട്ടിനാണ് കിട്ടിയത്. അന്ന് ആ പുരസ്കാര നിർണയ സമിതിയിൽ ഞാനും അംഗമായി. അവാർഡുകൾ നിശ്ചയിക്കുമ്പോൾ പുരസ്കാര നിർണയ സമിതി അംഗങ്ങൾ ഒന്നടങ്കം ഏക മനസ്സോടെ ആണ് ജാനകിയെ ആ പുരസ്കാരത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. ആന്ധ്ര സർക്കാരിൻ്റെ ഇതേ പുരസ്കാരം, മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം 10 തവണയും തമിഴ്നാട് സർക്കാരിൻ്റെ പുരസ്കാരം 7 തവണയും അവർക്ക് ലഭിച്ചു. 2013 പത്മഭൂഷൺ എന്ന പുരസ്കാരം അവർക്ക് പ്രഖ്യാപിച്ചെങ്കിലും അവരത് നിരസിക്കുകയാണ് ഉണ്ടായത്. എസ് ജാനകിയുടെ വേറൊരു കഴിവ് എടുത്തു പറയാതിരിക്കാൻ വയ്യ. ആലാപനത്തിന് പുറമെ
ഗാനരചനയും സംഗീത സംവിധാനവും അവർ സ്തുത്യർഹമായ നിലയിൽ നിർവഹിക്കുമായിരുന്നു. തെന്നിന്ത്യൻ ഭാഷകളും ഹിന്ദിയും പാട്ടുപാടുമ്പോൾ മാത്രമല്ല നന്നായി സംസാരിക്കാനും വേണമെങ്കിൽ എഴുതാനും അവർക്ക് കഴിയും എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മൂടൽമഞ്ഞ് എന്ന ചിത്രത്തിലെ പാട്ടുകൾ ഇന്നത്തെ ബോംബെയിലായിരുന്നു അതിൻ്റെ ആലേഖനം നടന്നത്. ഉഷാ ഖന്ന സംഗീതം നൽകിയ പാട്ടുകൾ പാടാൻ എസ് ജാനകി അവിടെ എത്തുമ്പോൾ അവർക്ക് അസുഖമായിരുന്നു. പൊതുവെ ആസ്മയുടെ അസുഖം അവരെ കൂടെ ബാധിക്കാറുണ്ടായിരുന്നു. അസുഖം വന്നതിനാൽ റെക്കോർഡിംഗ് മാറ്റിവെക്കാമെന്ന് പറഞ്ഞിട്ടും ജാനകി സമ്മതിച്ചില്ല. പകരം അവിടെ ഒരു സോഫയിൽ കിടന്ന് കുറച്ചു നേരം വിശ്രമിച്ച ശേഷം അന്ന് തന്നെ 3 പാട്ടുകളും പാടി ശബ്ദലേഖനം ചെയ്ത് മടങ്ങുകയാണ് ഉണ്ടായത്. ആ ചിത്രത്തിലെ 3 പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചമായി മാറി എന്നത് ചരിത്ര സംഭവമായി ഇന്നും നിലനിൽക്കുന്നു. മലയാളം ഉച്ചരിക്കാൻ തുടക്കകാലത്ത് ജാനകിക്ക് നന്നേ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. എങ്കിലും കഠിനാധ്വാനം കൊണ്ട് അവർ നമ്മുടെ ഭാഷ നന്നായി പഠിച്ചു. അതിന് ഒരുപക്ഷെ സഹായകരമായത് അവരുടെ ആരാധികയായ ലീല ചാക്കോ ആണ്. കേരളത്തിൽ താമസിച്ചിരുന്ന ലീല ചാക്കോ തൻ്റെ പ്രിയപ്പെട്ട ഗായികയെ നിരന്തരം ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും അവർ മറുപടി പറയുന്നതിലെ വാക്കുകൾ തിരുത്തി കൊടുക്കുകയുമൊക്കെ ചെയ്യുമായിരുന്നു. ഇതൊരിക്കൽ ജാനകി തന്നെ അനുസ്മരിച്ചിട്ടുണ്ട്. കഥാപാത്രത്തിനനുസരിച്ച് ശബ്ദം മാറ്റാനുള്ള അപാരമായ സിദ്ധി എസ് ജാനകിക്കുണ്ട്. ഇതിന് കൊച്ചുകുട്ടികളുടെ ശബ്ദത്തിൽ വരെ അവർ പാടിയ ധാരാളം പാട്ടുകൾ നിലവിലുണ്ട്. ചിരിയോ ചിരിയിലെ കൊക്കാമന്തി കോനാനി ഇറച്ചി എന്ന പാട്ട് പെട്ടെന്ന് എടുത്തു പറയാവുന്നതാണ്. അതുപോലെ തന്നെ ഏപ്രിൽ 19 എന്ന ചിത്രത്തിലെ മഴ പെയ്താൽ കുളിരാണെന്ന് എന്ന് തുടങ്ങുന്ന പാട്ടും കൊച്ചുകുട്ടിയുടെ ശബ്ദത്തിലാണ് അവർ പാടിയിരിക്കുന്നത്. 2017 ഒക്ടോബർ 28 മൈസൂരുവിലെ മാനസ ഗംഗോത്രി എന്ന ഓപ്പൺ എയർ തിയേറ്ററിൽ ആയിരുന്നു എസ് ജാനകി അവസാനമായി പങ്കെടുത്ത പരിപാടി. ചലച്ചിത്രത്തിലും പൊതുവേദികളിലും താൻ ഇനി പാടുന്നതല്ല എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമായിരുന്നു ആ പരിപാടി. ആ പരിപാടിയോടുകൂടി അങ്ങനെയുള്ള എല്ലാ ആലാപനവും അവർ അവസാനിപ്പിക്കുകയായിരുന്നു. മലയാളത്തിൽ അവസാനം പാടിയത് 10 കൽപ്പനകൾ എന്ന ചിത്രത്തിലെ അമ്മപ്പൂവിനും ആമ്പൽപ്പൂവിനും എന്ന പാട്ടാണ്. അപ്പോഴും അവരുടെ സ്വരത്തിന് ഒട്ടും മാറ്റമൊന്നും വന്നിട്ടില്ല. എന്തായിരുന്നാലും അവർ ഈ 2017 പാടുന്നില്ല എന്ന തീരുമാനം എടുത്തത് ആരാധകരെ വല്ലാതെ ഞെട്ടിച്ചു എന്നതാണ് വാസ്തവം. അങ്ങനെ ആ സംഭവബഹുലമായ ജീവിതത്തിന് തിരശീല വീണിരിക്കുന്നു. ഈ മഹാഗായിക ഇവിടെ വിട്ടുപോയാലും അവരുടെ ഗാനങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം, നമ്മുടെ മനസ്സിൽ അവ മരിക്കാത്തിടത്തോളം കാലം നമ്മളിലൂടെ അവർ ജീവിക്കും. ജാനകിയമ്മയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമമർപ്പിക്കുന്നു.